ഇനി നമ്മളുടെ ഏഴാമത്തെ ക്വസ്റ്റിനോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സെയിൽസ് പ്രോസസ്. സെയിൽസ് പ്രോസസ്സിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്ക് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സുകൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സെയിൽസ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. ഓരോ പ്രോസ്പെക്ട്സിനെ ഹാൻഡിൽ ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട്, അവരെ നമുക്ക് നമ്മുടെ പ്രോസ്പെക്റ്റ് ആക്കിയിട്ട് നമ്മുടെ കസ്റ്റമർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇവിടെ ഒരു സിനർജിക് എഫക്റ്റ് ആണ് അല്ലേ, നമുക്ക് 1+1=3 എന്നുള്ള ആ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ സെയിൽസ് പേഴ്സണിൽ ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റിംഗ് ആൻഡ് ക്വാളിഫയിങ് ആണ്. എന്താണ് പ്രോസ്പെക്റ്റിംഗ് ആൻഡ് ക്വാളിഫയിങ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈങ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആൻഡ് എൻഷുറിങ് ദേ ഹാവ് ദ നീഡ്, എബിലിറ്റി ആൻഡ് എലിജിബിലിറ്റി ടു ബൈ. നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കണം. വെറുതെ ഒരു കസ്റ്റമർ കണ്ടുപിടിച്ചാൽ മതിയോ? പോരാ. ഇത് ഇഷ്ടമുണ്ട്, എനിക്ക് ഒരു ലംബോർഗിനി കാറ് വാങ്ങാൻ ഇഷ്ടമുണ്ട്, ഞാൻ പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്, അൾട്ടിമേറ്റ്ലി ഞാനൊരു പൊട്ടൻഷ്യൽ കസ്റ്റമറാണ്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ അത് മാത്രം മതിയോ? പോരാ. നമ്മളുടെ ഒരു ബിസിനസ് സെയിൽസ് പ്രോസസ്സിൽ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, അതിന് എന്തുണ്ടായിരിക്കണം, എബിലിറ്റി ആണ്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം, അത് ഞാനത് വാങ്ങാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി എനിക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, സെയിൽസ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസ്പെക്റ്റിംഗ് ആൻഡ് ക്വാളിഫയിങ് ആണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സെയിൽസ് ചെയ്യേണ്ട കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ പ്രീ അപ്രോച്ച് നടത്തും. പ്രീ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചിങ് നമ്മൾ ചെയ്യും അല്ലേ, ആ പ്രോസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ റിസർച്ചിങ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അയാളെ നമ്മളൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവും. അതാണ് പ്രീ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. വൺസ് നമ്മൾ പ്രീ അപ്രോച്ചസ് കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ പോയി അപ്രോച്ച് ചെയ്യും. ഇനിഷ്യൽ കോൺടാക്ട് നമ്മൾ എന്ത് ചെയ്യും, അവരുമായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി നമുക്ക് ഒരു ഡ്രാമാറ്റിക് അപ്രോച്ച് എടുക്കാം, അല്ലെങ്കിൽ റെഫറൽ അപ്രോച്ച് എടുക്കാം. ഏത് അപ്രോച്ച് ആണെങ്കിലും നമ്മൾ അവരെ പോയിട്ട് അപ്രോച്ച് ചെയ്യുകയാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാം. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഞാനത് ഒരൊറ്റ സിമ്പിൾ ആയിട്ടൊരു കാര്യം എഴുതണം, ഞാൻ സ്റ്റെപ്സ് മാത്രം പറഞ്ഞു പോകുന്നത്. ഇത് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ എഴുതേണ്ട കാരണം നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പ്രസന്റ് ചെയ്ത് കൊടുക്കും, അതിന്റെ ബെനഫിറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കും, പിന്നെ ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആവും, ഇതിലിങ്ങനെ നല്ല, ഇതിങ്ങനെ കുറച്ചു നേരം ഹെവി ആയി കഴിഞ്ഞാൽ ഇതിന് ഇത്ര പ്രശ്നങ്ങളുണ്ട്, ഇതിൽ ഇത്രയല്ലേ പറ്റുള്ളൂ, ഇതിലാകെ 21.8 കിലോയല്ലേ അലക്കാൻ പറ്റുള്ളൂ, എനിക്ക് അത്രയൊന്നും പോരാ, അതിൽ കൂടുതൽ അലക്കണം, ഇതിൽ ഓട്ടോമാറ്റിക് അല്ലല്ലോ, ഇത് അലക്കി വിരിച്ചിടില്ലല്ലോ, അങ്ങനെ കുറേ സാധനങ്ങൾ എന്തുണ്ടായിരിക്കും, ഒബ്ജെക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈസ് കൂടുതലാണെന്നുള്ള ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. അപ്പം അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ പ്രോസ്പെക്ട്സിന്റെ ഡൗട്ട്സിന് കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മളോട് പറയുകയാണ് ഇതിൽ 21.8 കിലോഗ്രാം വരെയല്ലേ അലക്കാൻ പറ്റുള്ളൂ, അപ്പോൾ പറ്റുള്ളൂ, ഇത് കൂടുതലും പറ്റില്ല. അപ്പോൾ യെസ് ബട്ട് ഇത് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതാണ് നമ്മളുടെ ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ് എന്ന് പറഞ്ഞത്. ആ ഒബ്ജെക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് അവർ ഏകദേശം ഓക്കെ ആവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർ ഇപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാറേ ക്യാഷ് ആണോ കാർഡാണോ, സാറേ ക്ലാസ് ഓക്കെ അല്ലേ, നമുക്കിന്ന് എടുത്താലോ, അങ്ങനെ ചോദിക്കില്ലേ. ആ ക്ലോസിങ് ചെയ്യണം നമ്മൾ. സെയിൽസിനെ കാര്യങ്ങൾ എന്താ, നമ്മൾ ആ ഫൈനൽ കമ്മിറ്റ്മെന്റ് അവരോട് നിന്ന് ചെയ്യണം. ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞോ, ഇല്ല, അതിനുശേഷം അവരെ ഫോളോ അപ്പ് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്സ് കാര്യങ്ങൾ കൊടുക്കണം, അവരുടെ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യുക, ഒരു ലോങ് ടേം ആയിട്ടുള്ള ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു സെയിൽസ് പ്രോസസ്സിന്റെ ഭാഗമാണ്. ഇതാണ് സെയിൽസ് പ്രോസസ്സിന്റെ 7 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റിംഗ് ആൻഡ് ക്വാളിഫയിങ്, സെക്കൻഡ് പ്രീ അപ്രോച്ച്, തേർഡ് അപ്രോച്ച്, ആൻഡ് ഫോർത്ത് പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, 5 ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻ, 6 ക്ലോസിംഗ് ദ സെയിൽ, 7 ഫോളോ അപ്പ് ആൻഡ് ഫീഡ്ബാക്സ്. ഇതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്.